സീരിയസ്ലി എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും ഒരു മോശപ്പെട്ട സ്റ്റേറ്റ്മെന്റ്, അതും ഓവുലേഷനെ കുറിച്ചിട്ട്. ഇപ്പൊ അൺമാരീഡ് ആയിട്ടുള്ള ഇപ്പൊ ബോയ് ഫ്രണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് സ്ത്രീകൾക്ക് സെക്ഷൽ ഫീലിങ്സ് വരും. ഓവുലേഷന്റെ ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സെക്ഷൽ ഫീലിങ്സ് വരും. ആരെങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെ തോന്നും നമുക്ക്. സത്യമായിട്ട് ഞാൻ പറഞ്ഞത്, ഇതൊന്നും ആരും പറയൂല. ആണെങ്കിൽ എന്റെ ഓവുലേഷൻ ടൈമിൽ എനിക്ക് റാൻഡം ആയിട്ട് വന്ന സ്വിഗ്ഗി കൊണ്ടുവരുന്ന ചാറ്റിനോട് അല്ലെങ്കിൽ വീട്ടിലൊരു ഇലക്ട്രീഷ്യൻ വരുന്ന ആളോട് നിങ്ങൾ എല്ലാരും എന്നെ വെടി തവിടിക്കുന്ന ഞാൻ എത്ര കഷ്ടപ്പെട്ട ജീവി. ഇതാണ് നിങ്ങൾ അന്ന് പറഞ്ഞു കരഞ്ഞ ഒരു സീൻ. ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ശ്രീലക്ഷ്മി അറക്കലിനെ കുറിച്ച് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പല കാര്യങ്ങളിലും നമ്മൾ ശ്രീലക്ഷ്മി അറക്കലിന്റെ വീഡിയോ എടുത്തുകൊണ്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ ആക്ടിവിസ്റ്റ്, ഫെമിനിസ്റ്റ്, ടീച്ചർ, അങ്ങനെയൊക്കെ പല പല പദവി അലങ്കരിക്കുന്ന വ്യക്തിയാണ് ശ്രീലക്ഷ്മി അറക്കൽ എന്നുള്ളത്. പേര് ശ്രീലക്ഷ്മി അറക്കൽ ആണെങ്കിലും പല പ്രസ്താവനകളും കാണുമ്പോൾ ഒരു അറപ്പ് തോന്നുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. അവസാനം നമ്മുടെ ദീപകിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അവിടെ വെച്ച് ചത്തതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് ഇട്ട ഒരു സംഭവമാണ് ഇവർ എന്നുള്ളതാണ്. ഇവരുടെ ഇന്റർവ്യൂസ് ഇവരുടെ ഇന്റർവ്യൂസ് വരുന്നുണ്ട്. പല ഇന്റർവ്യൂസിനും ഒരു വിവാദപരമായ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതായത് ഞാനൊരു ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ ഞാനൊരു ഫെമിനിസ്റ്റ് ആണ്, അതുകൊണ്ട് എനിക്ക് എന്ത് തോന്നിയാസവും എന്ത് വൃത്തികേടും ചോദിക്കാൻ, അങ്ങനെ ഒരു ടൈപ്പാണ്. പ്രത്യേകിച്ച് അവരുടെ ഇന്റർവ്യൂസിലെല്ലാം നമ്മൾ മെയിനായിട്ട് കാണുന്നത് സെക്ഷൽ പരമായിട്ടുള്ള അല്ലെങ്കിൽ ലൈംഗികത ചുവയോടുകൂടി അല്ലെങ്കിൽ ലൈംഗികതയെ പറ്റി അല്ലെങ്കിൽ മാസ്റ്റർബേഷനെ പറ്റി ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അവർ വാചാലയാവുന്നതാണ്. പിന്നെ അവരുടെ കൺട്രോൾ പോകും. പിന്നെ ഡിക്ഷണറി ഇല്ലാത്ത വാക്കുകളും അതൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര എനർജിയാണ് എന്നുള്ളതാണ്. അത് എല്ലാ സംഭവം വേറെ ഒന്നിനെ കുറിച്ച് സംസാരിക്കുന്നത് ആധികാരികമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കാണുന്നില്ല. പക്ഷെ ഈ പറയുന്ന ലൈംഗികതയോ ആ ഒരു രീതിയിലുള്ള ഈ പറയുന്ന സെക്ഷൽ ഇന്റർകോഴ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര ആവേശമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് മൈ മീഡിയ ഒറിജിനൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ കൊടുത്ത ഒരു ഞാൻ ഇൻസ്റ്റയിലാണ് കണ്ടത്, കൊടുത്ത ഒരു ബൈറ്റ്. ആ ബൈറ്റിൽ മറ്റൊന്നുമല്ല, ഈ പെൺകുട്ടികളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നി. അതുമല്ല അതിന് മറുപടിയായിട്ട് നമ്മൾ അസ്ലാം ആളി അതിനൊരു ചുട്ട മറുപടിയും കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. നമുക്ക് ആദ്യം എന്താണ് ഇവൾ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞത് എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് ഓവുലേഷന്റെ സമയത്ത് ആരെ കിട്ടിയാലും സെക്സ് ചെയ്യണമെന്ന് തോന്നും. ഇതാണ് അവരുടെ പ്രസ്താവന. ഓവുലേഷൻ സമയത്ത് സ്ത്രീകൾക്ക് ആരെ കിട്ടിയാലും ഒന്ന് ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ ഒന്ന് പ്ലക്കാൻ വേണ്ടിയിട്ട് തോന്നും എന്നുള്ളതാണ് ഇവരുടെ ഭാഷ്യം എന്നുള്ളത്. നമുക്ക് അത് പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ഓക്കെ, ഇപ്പൊ അൺമാരീഡ് ആയിട്ടുള്ള ഇപ്പൊ ബോയ് ഫ്രണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് സ്ത്രീകൾക്ക് സെക്ഷൽ ഫീലിങ്സ് വരും. ഓവുലേഷന്റെ ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സെക്ഷൽ ഫീലിങ്സ് വരും. ആരെങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെ തോന്നും നമുക്ക്. സത്യമായിട്ട് ഞാൻ പറഞ്ഞത്, ഇതൊന്നും ആരും പറയൂല. സത്യമായിട്ട് ആരെ പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പിടിക്കും. കാരണം മനസ്സിലായി, ഓവുലേഷൻ സമയത്ത് അതായത് അൺമാരീഡ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ഇല്ലാത്ത സ്ത്രീകൾക്ക് ഈ ഓവുലേഷൻ സമയത്ത് സെക്ഷൽ ഫീലിങ്സ് വരും. ആരെങ്കിലും കിട്ടിയാൽ ഒന്ന് പ്ലക്കാൻ വേണ്ടിയിട്ട് തോന്നും. സത്യം കുട്ടികളുണ്ടെങ്കിൽ ഇത് മാറിയിരിക്കും കേട്ടോ, കാരണം ഇത് പറയാതിരിക്കാൻ വയ്യ. ആരെ കിട്ടിയാലും എടുത്ത് നമുക്കൊന്ന് സെക്സ് ചെയ്യണമെന്ന് തോന്നുമെന്നാണ് ഈ പറയുന്ന ശ്രീലക്ഷ്മി അറപ്പ്. ഇത് ഒരു അറപ്പാണ് പറയുന്നത്. എന്റെ പൊന്ന് ശ്രീലക്ഷ്മി, അത് നിന്റെ മാത്രം പ്രശ്നമാണ് എന്നുള്ളതാണ്. ആദ്യം നീ മനസ്സിലാക്കേണ്ടത് നിന്റെ മാത്രം പ്രശ്നമാണ് എന്നുള്ളതാണ്. എല്ലാ സ്ത്രീകളും താങ്കളെ പോലെ അല്ല, താങ്കളെ പോലെ മുട്ടി നിൽക്കുകയല്ല എന്നുള്ളതാണ്. ആരെ കണ്ടാലും ഈ ഒരു സമയത്ത് ആരെ കണ്ടാലും വിളിച്ചു കയറ്റി തന്റെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി നിൽക്കുന്നവരല്ല എന്നുള്ളതാണ് സത്യം. മനസ്സിലായോ? താങ്കളുടെ പ്രശ്നമാണ് അത്. താങ്കൾ ഈ ജനറൈസ് ചെയ്യുമ്പോഴോ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാണെന്ന് പറയുമ്പോൾ നമുക്ക് പ്രതികരിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ഇനിയും ഇതൊന്നും നിർത്തുന്നില്ല. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറ്റബോധം പഠിക്കും. വിളിച്ചാലോ വിചാരിക്കും, പക്ഷെ വിളിക്കില്ല. വിളിച്ച നമ്മുടെ ഞാൻ ഫേമസ് അല്ല ചിലപ്പോ വിളിച്ചാല് പത്തിന്ന് പോകും, പക്ഷെ ഫേമസ് അല്ല ചിലപ്പോ വിളിച്ചാല്. മനസ്സിലായോ? അതായത് എനിക്കിങ്ങനെ മുട്ടി നിൽക്കുമ്പോൾ, അതായത് എനിക്ക് ഈ പറയുന്ന അതായത് സ്ത്രീകളെ മാറ്റി നിർത്തും. അതായത് ഈ പറയുന്ന ശ്രീലക്ഷ്മി അറക്കലിന് ഇങ്ങനെ ഓവുലേഷൻ വരുമ്പോൾ ഇങ്ങനെ മുട്ടി നിൽക്കും. ആരെങ്കിലേക്ക് അങ്ങനെ വിളിച്ചാലോ എന്ന് തോന്നും. വഴിയെ പോണ ആരെയോ അല്ലെ റോട്ടിലോ എപ്പോഴാണ് എനിക്ക് ഈ ഒരു മുട്ടൽ വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. ആ മുട്ടൽ സമയത്ത് ആരെങ്കിലും വിളിച്ചൊന്ന് പ്ലക്കിയാലോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോ. പക്ഷെ ഞാൻ ചെയ്യാറില്ല, കാരണം ഞാനൊരു സെലിബ്രിറ്റിയാണ്. സെലിബ്രിറ്റി അല്ലായിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഇതൊക്കെ ഇതാണ് ഇവരുടെ വിഷയം. ഈ വിഷയം പറയുമ്പോൾ ഇവർക്ക് ഇവിടെ ആവേശം കണ്ടോ. ബാക്കി ഫേമസ് ആയതുകൊണ്ട് ഇതുപോലെ നമ്മൾ ഫേമസ് ആയി ഇങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ കുലിസിത പ്രശ്നങ്ങൾ പരിപാടിയൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഫേമസ് അല്ല.
പാവടാ ഫേമസ് ആയിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി കുൽസിത പ്രവൃത്തി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫേമസ് അല്ലാതെ ഞാൻ ഓടിയിടുന്ന പട്ടികളെ പോലെ പ്ലക്കി ഏരിയ എന്നാണ് ഇവിടെ താങ്കൾ ഉദ്ദേശിച്ചത് എന്നുള്ളത്. താങ്കളുടെ സ്വഭാവ വൈകല്യമാണ് ശ്രീലക്ഷ്മി, താങ്കളുടെ സ്വഭാവ വൈകല്യമാണ്. മറ്റോ ആങ്കർ പറയുന്നുണ്ട് ഞാൻ ഫേമസ് അല്ല, അതായത് എനിക്കാണെങ്കിൽ ആരെ വേണോ നേരത്തെ ഓടിയിടന്ന് പ്ലക്കാമെന്നാണ് മറ്റവൻ പറയുന്നത്, ഈ ആങ്കർ പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നീ ഇപ്പൊ ഫേമസ് ആവും. ഇനി ഇവിടെ ഫേമസ് ആയി ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മളത് ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കണം. ഫേമസ് ആയ എനിക്ക് ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, നമ്മൾ ഭയങ്കരമായിട്ട് നോക്കണമെന്നുണ്ടോ. ഞാൻ ഇതിന്റെ ഫുൾ വെർഷൻ കണ്ടില്ല, ക്ലിപ്പാണ് കണ്ടത്. ഞാൻ ആങ്കറിനോട് ചോദിക്കും, താങ്കൾക്ക് എടുത്ത് ചോദിച്ചു കൊടുത്ത് എല്ലാ പെണ്ണുങ്ങളും ജനറലൈസ് ചെയ്യാതെ താങ്കളുടെ കാര്യം പറഞ്ഞാൽ മതിയോ? അപ്പം നമ്മുടെ വീട്ടിലും പെണ്ണുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, അവർക്ക് എല്ലാവർക്കും ഇതാണെന്നുള്ള രീതിയിലാണ്. അതായത് പെൺകുട്ടികൾ പുറത്ത് പറയുന്നില്ല. അപ്പൊ ആങ്കറിന് ചോദിക്കാൻ പറ്റുന്നത് അങ്ങനെ ജനറലൈസ് ചെയ്ത് താങ്കളുടെ മാത്രമാണ് അല്ലെങ്കിൽ ചോദിക്കണം. മനസ്സിലായോ? അത് ചോദിച്ചു ഇല്ലെന്ന് എനിക്കറിയുന്നില്ല. ഈ റീലിൽ ഞാൻ അത് കണ്ടില്ല എന്നുള്ളതാണ്. ഈ ശ്രീലക്ഷ്മി തന്നെ തൊട്ട് ഇതിനു മുമ്പ് എനിക്കൊന്ന് 2-3 മാസം മുമ്പ് മറ്റൊരു ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ എന്നെ എല്ലാവരും വെടിയെന്ന് വിളിക്കുന്നു എന്ന് ആ ഒരു ക്ലിപ്പ് ഞാനിവിടെ വെച്ച് തരാമേ. കാരണം ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടാ ജീവിച്ചത്. ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും എന്നെ വെടിയെന്നാ വിളിക്കുന്നത്. ഞാൻ എത്ര കഷ്ടപ്പെട്ടാ ജീവിതം. ഇതാണ് നിങ്ങൾ അന്ന് പറഞ്ഞ് കരഞ്ഞ ഒരു സീൻ. ഇപ്പൊ മനസ്സിലാവും എന്തുകൊണ്ടാണ് ആൾക്കാർ എല്ലാവരും എന്ന് പറയണ്ട, കുറച്ച് ആൾക്കാർ തങ്ങൾ അങ്ങനെ വിളിക്കുന്നത്. എന്തുകൊണ്ട് താങ്കൾ ഇങ്ങനെ ഒന്ന് പറയാം? താങ്കൾ പറയുന്നത് എനിക്ക് ഓവലേഷൻ വരുമ്പോൾ ആരെങ്കിലും വഴിയെ പോകണമെങ്കിലും വിളിച്ചു വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും. ഞാൻ സെലിബ്രിറ്റി ആയതുകൊണ്ട് ഞാൻ വിളിക്കുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചേനെ. സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഇതാണ്, ആ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കണമെന്നൊക്കെ താങ്കൾ ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ താങ്കൾക്ക് മനസ്സിലാവാതെ പോകുന്ന ഒരു കേസ് ഇത് താങ്കൾക്ക് മാത്രമുള്ള ഒരു കടിയാണ് എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കാതെ പോകും. താങ്കൾക്ക് ഈ പറയുന്ന സെക്ഷൽ ഫ്രസ്ട്രേഷൻ കൂടുതലായി ചില സ്ത്രീകൾക്ക് അങ്ങനെയാണ്, ചില പുരുഷന്മാർക്ക്, ചില സ്ത്രീകൾക്ക് എത്ര കിട്ടിയാലും തികയാത്ത ചിലവരുണ്ട്. അത് താങ്കളുടെ ബോഡിയുടെ വിഷയമാണ്. എത്ര കിട്ടിയാലും തികയില്ല. ആരെ കിട്ടിയാലും, അതായത് താങ്കൾ ഒരുപാട് കാമുകന്മാർ അത് കൂടുതൽ സമയം കാണത്തില്ല, 1-2 കൊല്ലം കഴിഞ്ഞ് കളയും, അല്ലെങ്കിൽ ടേസ്റ്റ് പോകുമ്പോൾ കളയും. കാമുകനെയൊക്കെ വരുത്തുന്നത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്റെ എന്താണ് ഞാൻ എവിടേക്കൊന്നും ചോദിക്കാൻ പാടില്ല, എന്നെ കുറിച്ച് അന്വേഷിച്ചത് വരിക, സാധിക്കുക, പോവുക, അത്രയാണ് എന്റെ കാമുകൻ എന്ന് പറയുന്ന ഇവരുടെ ഇതിൽ. അല്ലെങ്കിൽ ഒരു പാർട്ണർ എന്ന് പറയുമ്പോൾ നീ ആരോ വേണോ കൊണ്ടുപോകും, എന്റെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർത്ത പ്രശ്നം ഞാൻ എവിടെ നിൽക്കുന്ന ആരോട് നീ ചോദിക്കാൻ പാടില്ല, ആ ഒരു ടൈപ്പാണ്. ഇപ്പൊ ശ്രീലക്ഷ്മിക്ക് ഇതിനൊരു ഉത്തരം കിട്ടിക്കാണും എന്തുകൊണ്ടാണ് ആൾക്കാർ താങ്കളെ ആ ഒരു പേരിട്ട് വിളിക്കുന്നത് എന്നുള്ളത്. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇനി ഇതിന് മറുപടിയായിട്ട് നമ്മൾ അസ്ലാം അലി ഒരു മറുപടി കൊടുത്തു. അസ്ലാം അലി നിങ്ങൾക്ക് അറിയാമായിരിക്കും, സെക്സ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഇടുന്ന ഒരു കൊച്ചാണ്. അപ്പോൾ അവള് പറയുന്ന മറുപടി, ഇതിന് കൊടുത്തൊരു മറുപടി ഉണ്ട്. അതിനകത്ത് കമന്റ് ബോക്സിലും വന്നിരുന്നുകൊണ്ട് ഈ പറയുന്ന റീലിന്റെ താഴെ അസ്ല ഒരു കമന്റ് വിട്ടിട്ടുണ്ട്. ഓക്കെ, അത് തന്നെയാണ് കമന്റിൽ എന്താണോ അത് തന്നെയാണ് പറയുന്നത് എന്നുള്ളതാണ്. കേൾക്കാം. സീരിയസ്ലി എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും ഒരു മോശപ്പെട്ട സ്റ്റേറ്റ്മെന്റ്, അതും ഓവുലേഷനെ കുറിച്ചിട്ട്. ഇപ്പൊ അൺമാരീഡ് ആയിട്ടുള്ള ഇപ്പൊ ബോയ് ഫ്രണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് സ്ത്രീകൾക്ക് സെക്ഷൽ ഫീലിങ്സ് വരും. ഓവുലേഷന്റെ ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സെക്ഷൽ ഫീലിങ്സ് വരും. ആരെങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെ തോന്നും നമുക്ക്. സത്യമായിട്ട് ഞാൻ പറഞ്ഞത്, ഇതൊന്നും ആരും പറയൂല, സത്യമായിട്ടൊന്നും ആരെ. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പിടിക്കും. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറ്റബോധം പഠിക്കും. വിളിച്ചാലോ വിചാരിക്കും, പക്ഷെ വിളിക്കില്ല. വിളിച്ച നമ്മുടെ ആങ്കറെ മുഖം കണ്ടോ, വളരെ കൊതിയോടുകൂടി നോക്കിയാണ്. സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ടോ? ഞാൻ ഫേമസ് അല്ല ചിലപ്പോ വിളിച്ചേര്, പത്തിന്ന് പോകും, പക്ഷെ ഫേമസ് അല്ല ചിലപ്പോ വിളിച്ചേര്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ റെസ്പോൺസിബിൾ ആവണം. നമ്മളെ വായ തോന്നിയൊന്നും വിളിച്ചു പറയരുത്. ഇതിപ്പോ നിങ്ങളെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലം ആണ്. ഒരു ഓവുലേഷൻ ടൈമിൽ ഓക്കെ, ഈ പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഓവുലേഷൻ ടൈമിൽ സെക്സിനുള്ള ഇഷ്ടം വളരെ കൂടുകയും ആര് വേണമെങ്കിലായിട്ട് സെക്സ് ചെയ്യാനും പറ്റും എന്നൊക്കെ പറയണത് ഓക്കെ, എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഒരു പ്രശ്നമല്ല, അത് നിങ്ങളുടെ മാത്രം കാര്യമാണ്. എക്സാക്ട്ലി, അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. ശ്രീലക്ഷ്മി എവിടെയെങ്കിലും കൊണ്ട് ചികിത്സിച്ചു, ഇതെല്ലാ പെൺകുട്ടികളുള്ള പ്രശ്നമല്ല, താങ്കൾക്ക് മാത്രമാണ്. കടിമൂത്തെന്നൊക്കെ പല ഈ നാട്ടും ഭാഷയിൽ, നാട്ടിൻപുറത്തൊക്കെ പല പേരുകളിൽ വിളിക്കും. കടിമൂത്ത് കിടക്കുകയാണെന്നോ അല്ലെങ്കിൽ എന്ത് പറയണത്.
പക്ഷെ വിവാഹം കഴിയാത്ത സ്ത്രീകൾ, പാർട്ട്ണർ ഇല്ലാത്ത സ്ത്രീകൾ, എല്ലാ സ്ത്രീകളെയും ജനറലൈസ് ചെയ്തത് ഇങ്ങനത്തെ ഒരു വിഷയം സംസാരിക്കരുത്. ഓവുലേഷൻ ടൈമിൽ ഒരു ടെമ്പററി ലിബിഡോ കൂടും എന്നുള്ളത് ശരിയാണ്. ഒരു സെക്ഷൽ ഫീല് ആ ഒരു ടൈമിൽ ഹോർമോണിന്റെ ചേഞ്ചസ് എല്ലാം കാരണം ഓവുലേഷൻ ടൈമിൽ കൂടും. പക്ഷെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കണ്ണി കാണുന്ന എല്ലാ ആൾക്കാരെയായിട്ടും സെക്സ് ചെയ്യാൻ തോന്നും എന്നല്ല. അങ്ങനെയല്ല ആസ്ല, അങ്ങനെയല്ല. അത് ശ്രീലക്ഷ്മിക്ക് അങ്ങനെയല്ല. അങ്ങനെയൊക്കെ ഓവുലേഷൻ സമയത്ത് എനിക്കൊരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ കൂടും, ഒരു സെക്ഷൽ താല്പര്യം കൂടും. ആ സമയത്ത് എനിക്ക് കണ്ണ ആരായാലും റോട്ടിൽ കൂടി പോകണം, ഞാൻ വിളിച്ചേർത്തി എന്റെ ആ ഫ്രസ്ട്രേഷൻ തീർക്കും. അത് സമ്മതിച്ചു തരാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്റെ ഓവുലേഷൻ ടൈമിൽ എനിക്ക് റാൻഡം ആയിട്ട് വന്ന സ്വിഗ്ഗി കൊണ്ടുവരുന്ന ചാറ്റിനോട്, അല്ലെങ്കിൽ വീട്ടിലൊരു ഇലക്ട്രീഷ്യൻ വരുന്ന ആളോട്, വഴി പോകുന്ന ഒരാളോടൊക്കെ എനിക്ക് സെക്സ് ചെയ്യാൻ തോന്നും. അല്ല, അത് താങ്കൾക്ക് തോന്നുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് തോന്നുന്ന ആള് പറയണത്. ആള് ചിലപ്പം റാൻഡമായിട്ട് ആരെങ്കിലൊക്കെ വിളിച്ച് കയറ്റും. മനസ്സിലായോ? എന്താണ് അത്? എല്ലാ സ്ത്രീകളുടെയും കാര്യമല്ല കേട്ടോ. ഈ ഒരു പെർട്ടിക്കുലർ സ്ത്രീയുടെ കാര്യമാണ് പറയുമെങ്കിൽ ഓക്കെ ഫൈൻ. ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് പേഴ്സണൽ പ്രിഫറൻസ്, കൺസെന്റ്, സേഫ്റ്റി, ബൗണ്ടറീസ് ഇതെല്ലാം കൂടിയിട്ടുള്ള, അല്ലാണ്ട് ഏതെങ്കിലും ഒരു റാൻഡം ഗൈനോട് തോന്നുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു അട്രാക്ഷനെയും ഓവുലേഷനെയും ഒന്നും കൂട്ടി മിക്സപ്പ് ചെയ്ത് സംസാരിക്കാതിരിക്കുക. ഹോർമോൺസ് ചിലപ്പോൾ ഡിസയേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം എന്ന് വെച്ചിട്ട് അത് നമ്മളെ സ്റ്റാൻഡേർഡ്സ് ഇല്ലാതാക്കുന്നില്ല. നമ്മളുടേതൊരു വ്യക്തിത്വം ഉണ്ടല്ലോ, അത് ഇല്ലാതാക്കുന്നില്ല ഒരു ഓവുലേഷൻ ടൈമില്. അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കാര്യമായിട്ട് സംസാരിക്കുക. ഒരിക്കലും ബാക്കിയുള്ള സ്ത്രീകളെയും കൂടി അതിൽ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയുവാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും കംപ്ലീറ്റ് ശരിക്കും നോളേജബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഉള്ള ഫാക്ട്സ് മാത്രം സംസാരിക്കുക. ദയവ് ചെയ്ത് ഒരു സ്ത്രീനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സ്ത്രീയുടെ ആവശ്യങ്ങളെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ സ്യൂഡോ സയൻസ് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവും ഇതിലില്ല കേട്ടോ. ഓക്കെ, ഇതാണ് അസ്ല കൊടുത്ത ഒരു മറുപടി. കാരണം അസ്ലയ്ക്ക് അതിന് മറുപടി കൊടുക്കുന്നത് യോഗ്യയാണ്. കാരണം ഇതുപോലുള്ള സെക്സ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ, എഡ്യൂക്കേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ പുള്ളിക്കാരി ഒരുപാട് ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ആ ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിന് മാറ്റി കൊടുക്കേണ്ട ഒരു ആവശ്യകത പുള്ളിക്ക് ഉണ്ട് എന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കുറെ പറയുന്നുണ്ട് പിന്നെ സ്റ്റാൻഡേർഡ് ഇല്ല എന്നുള്ളതാണ്. മനസ്സിലായോ? അവർക്ക് ആ സ്റ്റാൻഡേർഡേ ഉള്ളൂ എന്നുള്ളതാണ്. അവരെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അവർക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കാണും, മറ്റുള്ളവരെ എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണ് എന്നൊരു തെറ്റിദ്ധാരണ കാണും. അവർ ഇപ്പോൾ റാൻഡമായിട്ട് കിട്ടുന്ന പലരെയും അവരുടെ സെക്സ്വൽ ഫ്രസ്ട്രേഷൻ തീർക്കുന്നുണ്ടാവും. ഈ പറഞ്ഞ എന്താണ്, ഞാൻ സെലിബ്രിറ്റി അല്ലായിരുന്നെങ്കിൽ എന്നെ ഒരുപാട് പേര് പിന്നെ വിളിക്കുമായിരുന്നു. ഇപ്പൊ ഇരിക്കുന്ന ഓവുലേഷൻ സമയത്ത് അപ്പം സെലിബ്രിറ്റി ആയതുകൊണ്ട് പരിചയമില്ലാത്തവരെ വിളിക്കാൻ ചിലപ്പോൾ പാടായിരിക്കും. ചിലപ്പോൾ മുട്ടി നിൽക്കുമ്പോൾ അന്ന് പറ്റാത്ത അവസ്ഥയായിരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും സ്വീകാരം വരെ ഈ പറഞ്ഞതുപോലെ പത്രം ഇടാൻ വരുന്ന പത്രക്കാരനോ പാൽക്കാരൻ പയ്യനെയോ അല്ലെങ്കിൽ കളിക്കാൻ വരുന്ന അമ്മാവനെയോ ആരൊന്നൊന്നുമില്ല. അങ്ങനെ അതിന് പ്രത്യേകിച്ച് പിന്നീട് ഹൈറ്റ്, വെയിറ്റ്, നിറം, ഗുണം അങ്ങനെയൊന്നും വേണ്ട. ആരെങ്കിലും കിട്ടുക. അതായത് ഈ പട്ടികളെ, ഈ നമ്മുടെ പട്ടികളാണ് ഈ പറയുന്ന, അവർക്ക് ഈ പട്ടികൾക്ക് ഹീറ്റായി നിൽക്കുന്ന സമയത്ത് ഈ ആൺപട്ടികൾ ഇങ്ങനെ ഏത് പട്ടിയൊന്നുമില്ല, അതിന് അവിടെ ചന്തമൊന്നുമില്ല. ഏതെങ്കിലും പോയി അതിന്റെ ബാക്കിലേക്ക് പോവുക, ഓട്ടിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് പട്ടികളുടെ സ്വഭാവം. അതേ സ്വഭാവം തന്നെയാണ്. ഇപ്പം എനിക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ വിളിച്ച് കയറ്റുക, അങ്ങ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കസ്റ്റഡിയിൽ പലരും കാണും, അവരെയൊക്കെ ആ സമയത്ത് കോൺടാക്ട് ചെയ്യുക, ആ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കുക. അതൊക്കെ നല്ലത്, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം, അതൊക്കെ ബെറ്റർ. ഓക്കെ അടിപൊളി. എന്തുകൊണ്ടാണ് ഈ മറ്റവരൊക്കെ എന്നെ ആ പേരിട്ട് വിളിക്കുന്നതെന്ന് പറഞ്ഞത് മോങ്ങരുത്. അതിന്റെ ഉത്തരവാണ് നിങ്ങൾ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. അതുമല്ല, ഈ ഒരു സാധനം താങ്കളുടെ മാത്രം അസുഖമാണെന്നും താങ്കളുടെ മാത്രം കടിയാണെന്നും മനസ്സിലാക്കുക. എല്ലാ പെൺകുട്ടികളും അങ്ങനെയല്ല എന്നുകൂടി മനസ്സിലാക്കുക. ഭർത്താവ് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ പിന്നീട് പാർട്ട്ണർ ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും അല്ലെങ്കിൽ റാൻഡമായിട്ട് കാണുന്ന ആൾക്കാരെ, ഓപ്പോസിറ്റ് സെക്സിനെ വിളിച്ച് കയറ്റി അവരുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കുന്നവരല്ല ഈ പറയുന്ന മറ്റു പെൺകുട്ടികൾ എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. എന്തെങ്കിലും ചികിത്സ ചെയ്ത് എന്തെങ്കിലും മരുന്ന് വെച്ച് കഴിക്കുന്നതായിരിക്കും ബെറ്റർ. അടുത്ത ലാസ്റ്റ് തെരുവിൽ കിടന്ന് ഞാൻ പറയുന്നത്. നമുക്ക് വീണ്ടും കാണാം.